നമസ്കാരം, മൈ ലൈഫ് മൈ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന എല്ലാത്തരം പ്രശ്നങ്ങളും, അതായത് കറുത്ത പാട്, പിമ്പിൾസ്, സൺ ടാന്, കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ്, അങ്ങനെയുള്ള എല്ലാത്തരം പ്രശ്നങ്ങളും മാറി നമ്മുടെ സ്കിന്ന് ഗ്ലോ വെക്കാനായിട്ടുള്ള നല്ലൊരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുള്ളൂ. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മതി. ആ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഫസ്റ്റ് നോക്കിയിട്ട് വരാം, എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം. ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മതി. ആ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ബീട്രൂട്ട് പൗഡർ. ഞാനിവിടെ കോക്കോസിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു പാക്കറ്റ് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് ബീട്രൂട്ട് പൗഡറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ബീട്രൂട്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്, ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അല്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബീട്രൂട്ട് പൗഡർ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം, നമ്മുടെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് വാങ്ങിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് വെച്ചാലും മതി. നല്ലതാണ്, നമുക്ക് എല്ലാ തരത്തിനും യൂസ് ചെയ്യാൻ പറ്റും. മീൻസ് നമ്മുടെ സ്കിൻ കെയറിന് ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് ബീട്രൂട്ട് പൗഡർ. അപ്പം നിങ്ങളത് കുറച്ച് കൂടുതൽ ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിങ്ങനെ വെക്കുന്നത് കൊണ്ട് ചീത്തയൊന്നും ആവില്ല. നല്ല അടപ്പ് മുറുക്കുള്ളതും എയറും വെള്ളമൊന്നും കിടക്കാത്തൊരു കണ്ടെയ്നറോ കുപ്പിയോ എന്തെങ്കിലും ആക്കി വെച്ചാൽ മതി. അപ്പം ഞാനിവിടേക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട പൗഡർ എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതാണ്, കാരണം എനിക്ക് ഫേസിലും ഇടണമായിരുന്നു. പിന്നെ നമ്മുടെ കൈമുട്ടില്ലേ, അതിൻ്റെ അവിടെ ഒരു കറുപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറാനും കൂടെ ഇടാമെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ടയായിട്ടല്ലേ പൊടി നിൽക്കുന്നത് കൊണ്ട് ഞാനിങ്ങനെ പൊടിച്ചിട്ട് ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യാറുള്ളത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പാക്കറ്റ് വെച്ചിട്ട് അങ്ങനെ വെച്ചു ഒരു ദിവസം. അപ്പോൾ അതിലേക്ക് കാറ്റൊക്കെ കടന്നിട്ട് കട്ടിയായി പോയതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കുപ്പിയൊക്കെ നല്ല അടച്ച് വെക്കുക. എയർ കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടിയാവും, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ. ഞാനെപ്പോഴും വെള്ളം തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്, റോസ് വാട്ടർ അങ്ങനെ യൂസ് ചെയ്യല്ല. പക്ഷേ റോസ് വാട്ടർ യൂസ് ചെയ്തുകൊണ്ട് പ്രശ്നമുണ്ടെന്നല്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, യാതൊരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്ക് ഒരു പരുവം ഉണ്ടാവില്ല, ഒരു പേസ്റ്റ് പരുവം, ആ ഒരു പരുവാവുന്നത് വരെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ മിക്കപ്പോഴും ഏട്ടനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാറുള്ളത് കേട്ടോ. ഫേസ് പാക്കിൻ്റെ സാധനങ്ങളൊക്കെ കൂട്ടൊക്കെ മിക്സ് ചെയ്യാനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് തരും. അതുകൊണ്ട് ഞാൻ ഏട്ടനെയാണ് ഇതൊക്കെ ഏൽപ്പിക്കാറുള്ളത്. അപ്പം നമ്മുടെ ഫേസ് പാക്കിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു തിക്നെസ് വരുമ്പോൾ നിങ്ങൾക്കത് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. പിന്നെ എൻ്റെ ചുണ്ടിൻ്റെ മുകളിൽ ആ ഒരു കളറ് നിങ്ങൾ കണ്ടിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതാണെന്നുള്ളത് തെറ്റിദ്ധരിക്കേണ്ട. ഞാനിപ്പോൾ ഒരു ലിപ്പ് ലൈറ്റനിങ്ങിൻ്റെ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് ഇടുന്നത്. അപ്പം ഞാൻ അടുത്ത് തന്നെ അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതൊരു 7 ദിവസത്തെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ 7 ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാനിത് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കഴുത്തിലും ചെവിയിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ ഫേസ് പാക്ക് ഇടുമ്പോഴും കഴുത്തിലും ചെവിയിലും കൂടെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാകും, കാരണം ഇത് പെട്ടെന്ന് എഫക്റ്റ് കിട്ടുന്നതാണ്. പിന്നെ ആരും കണ്ട് ഞെട്ടണ്ട, ഞാൻ ബാക്കി ഉണ്ടായിരുന്ന കുറച്ചും കൂടെ പേസ്റ്റ് ഉണ്ടായിരുന്നു, അത് ചുണ്ടിൽ തേച്ചതാണ്. നമ്മുടെ ലിപ്പൊക്കെ ലൈറ്റൻ വെക്കാൻ നല്ലതാണ്. പിന്നെ ഞാനിതാ നമ്മുടെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞു. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ടുള്ളതാണ്. നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ, നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ, ഈ ഒരു ഫേസ് പാക്ക് എന്നല്ല, എല്ലാ തരം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഫസ്റ്റത്തെ ദിവസം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റീം എടുക്കുന്നത് നന്നായിരിക്കും. അതിപ്പം നമ്മുടെ ചൂടുവെള്ളത്തിൽ ടവൽ മുക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒപ്പി കൊടുത്താൽ അതായാലും മതി. അല്ലെങ്കിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ട് അങ്ങനെ മുഖം വെച്ചിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. നമ്മൾ ഫസ്റ്റ് ദിവസം നമ്മൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റ് കിട്ടും. നമ്മുടെ ഈ ഫേസിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ അല്ലേ, അതൊക്കെ മാറാൻ നല്ലതാണ്. ഞാൻ ഈ ഒരു ഫേസ് പാക്കും മുന്നൊരു ഫേസ് പാക്കും ഇട്ടിട്ടുണ്ട്. ആ ഫേസ് പാക്കും ഈ ഫേസ് പാക്കും ഇട്ടതിന് ശേഷം വൈറ്റ് ഹെഡ്സ് നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. പക്ഷേ ബ്ലാക്ക് ഹെഡ്സ് അതേപോലെ തന്നെ ഉണ്ട്. അത് കുറച്ച് സ്ട്രോങ് ആണ്, അതുകൊണ്ടായിരിക്കാം.
ബ്ലാക്ക് ഹെഡ്സ് മാത്രമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ അല്ലാതൊരു ടിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് എഫക്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാനതൊരു വീഡിയോ ആയിട്ട് ഇടാം. അല്ലാതെ വൈറ്റ് ഹെഡ്സ് മാറാൻ ഈ ഒരു 2 ഫേസ് പാക്കും നല്ലതാണ്. പിന്നെ നിങ്ങൾ ഈ ഫേസ് പാക്ക് ഇടുന്നത് കൂടാതെ തന്നെ CTM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്, അതും ചെയ്യണം. അത് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് നല്ലതാണ്. ഇപ്പോൾ ഫേസ് പാക്ക് ഇട്ടിട്ട് അങ്ങനെ വിടുന്നതിനേക്കാളും കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് കെയർ ചെയ്യുകയാണെങ്കിൽ അതിലും കൂടുതൽ നമുക്ക് എഫക്റ്റ് കിട്ടും. അപ്പോൾ CTM എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ മുന്നേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ പോയി കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഏതൊരു ഫേസ് പാക്കും അതേപോലെ എന്തെങ്കിലും ടിപ്സ്, ഇപ്പോൾ ഫേസ് എന്നല്ല ഏതൊരു തരം, ഇനിയിപ്പോൾ ഹെയർ കെയർ ആണ് എന്താണെങ്കിലും നിങ്ങൾ 7 ദിവസം എന്തായാലും കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. അതിപ്പോൾ എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ 7 ദിവസം കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. ചിലവരുടെ ഫേസ് ആണെങ്കിലും ചിലരുടെ സ്കിന്നാണെങ്കിലും പെട്ടെന്ന് എഫക്റ്റ് കിട്ടും, ചിലവരുടേത് കുറച്ചും കൂടെ ടൈം എടുക്കും, ചിലപ്പോൾ 1 മാസമൊക്കെ എടുത്തെന്ന് വരും. അത് നമ്മൾ കെയർ ചെയ്യുന്ന രീതി അനുസരിച്ചാണ്. ഇപ്പോൾ ഫേസ് പാക്കും ഇട്ടിട്ട് അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല, നമ്മൾ അതിനനുസരിച്ച് ഫേസും പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നതും ഒക്കെ കെയർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതും കൂടെ ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് എഫക്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും 7 ദിവസം കണ്ടിന്യൂ യൂസ് ചെയ്യുക, എന്നിട്ട് മാത്രമേ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയാവൂ. കാരണം ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റാണ്, കെമിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടേ ഇത് ശരിയാവുള്ളൂ, എഫക്റ്റ് കിട്ടുള്ളൂ. ആയാലും നിങ്ങൾ 7 ദിവസം കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ കിട്ടും, ഒരു പിങ്കിഷ് കളറ് നമ്മുടെ സ്കിന്നിന് കിട്ടും. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന പ്രൊഡക്റ്റാണ്, ഒരു കെമിക്കലും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാവുന്നതാണ്. ഇത്രയും കാര്യം നന്നായി ശ്രദ്ധിക്കുക. നമ്മൾ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസൊക്കെ നല്ല ക്ലിയർ ആക്കി വെക്കുക, അതായത് ക്ലീൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റത്തെ ദിവസം സ്റ്റീം എടുത്തതിന് ശേഷം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് നന്നായിട്ട് കെയർ ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോർമൽ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. അന്നത്തെ ദിവസം നിങ്ങൾ ഒരിക്കലും ഫേസ് വാഷ് ചെയ്യാൻ പാടില്ല, അതായത് സോപ്പോ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ അങ്ങനെ വെച്ചിട്ടുള്ള ഒന്നും തന്നെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും പൗഡർ ഇല്ലേ, ഇപ്പം മഞ്ഞൾപ്പൊടി വെച്ചിട്ടോ പിന്നെ നമ്മുടെ കടലപ്പൊടി അതൊക്കെ ഇട്ടിട്ടുള്ള ഫേസ് വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും അന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫേസ് പാക്ക് ഇടുന്നത്. അപ്പോൾ പിന്നെ നമുക്കിനി ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യാതെ വിടുകയാണെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് മോർണിംഗ് എഴുന്നേറ്റിട്ട് നിങ്ങൾ സാധാരണ രീതിയിൽ ഫേസ് വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാം, എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്യാം, സൺക്രീം അപ്ലൈ ചെയ്യാം, പിന്നെ ഫൗണ്ടേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. നമ്മൾ ഇടുന്ന ദിവസം ആ ഒരു നേരം നിങ്ങൾ ഈ ഫേസ് വാഷ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് 2 നേരം അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ കൂടുതലായിട്ടും നൈറ്റാണ് ഇടാറുള്ളത്. നൈറ്റ് തന്നെയാണ് ഞാൻ എല്ലാ കാര്യം ചെയ്യാറ്. സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും എല്ലാം തന്നെ ഞാൻ നൈറ്റാണ് ചെയ്യാറ്. കാരണം നൈറ്റാണ് കൂടുതലായിട്ട് ഒന്നും കൂടെ എഫക്റ്റ് കിട്ടുക. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. 7 ദിവസം കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക. അത് മറ്റുള്ളവർക്കും കൂടെ ഒരു ഹെൽപ്പ് ആവുന്നതാണ്. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ മറക്കാതെ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.